പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത കടുത്ത യുദ്ധപ്രതിസന്ധിയും ഊർജ്ജ മേഖലയിലുണ്ടായ വിതരണ തടസ്സങ്ങളും ആഗോള വിപണിയിൽ കനത്ത അനിശ്ചിതത്വം സൃഷ്ടിച്ചപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ വൻ കുതിച്ചുചാട്ടം നടത്തി ഇന്ത്യ തങ്ങളുടെ സാമ്പത്തിക കരുത്ത് തെളിയിച്ചതായി റിപ്പോർട്ട്. കുറഞ്ഞത് ഒരു ഡസൻ രാജ്യങ്ങളിലേക്കെങ്കിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വൻതോതിൽ വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഇതിന്റെ ഫലമായി സിംഗപ്പൂർ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന മൂന്നാമത്തെ വലിയ രാജ്യമായി മാറി. 2025 ഒന്നാം പാദത്തിൽ $324 കോടി ഉൽപ്പന്നങ്ങൾ ഇന്ത്യ സിംഗപ്പൂരിലേക്ക് അയച്ച സ്ഥാനത്ത് ഈ വർഷം അത് $650 കോടി കുത്തനെ കൂടി. ഇതിൽ $427 കോടി പെട്രോളിയം ഉൽപ്പന്നങ്ങളായിരുന്നു. മുൻവർഷം ഇതേ കാലയളവിൽ സിംഗപ്പൂരിലേക്കുള്ള പെട്രോളിയം കയറ്റുമതി $128 കോടി മാത്രമായിരുന്നു. പെട്രോളിയം കയറ്റുമതിയിലുണ്ടായ ഈ വൻ മുന്നേറ്റം ആഫ്രിക്കൻ രാജ്യമായ ദക്ഷിണാഫ്രിക്കയെയും ടാൻസാനിയയെയും ഇന്ത്യൻ കയറ്റുമതിയിലെ മുൻനിര 10 രാജ്യങ്ങളുടെ പട്ടികയിലെത്തിച്ചു. സിംഗപ്പൂർ കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഇന്ധനം വാങ്ങിയത് ടാൻസാനിയയാണ്. 2026 ആദ്യ പാദത്തിൽ $222 കോടി ഇന്ധനമാണ് അവർ വാങ്ങിയത്. മുൻവർഷം ഇത് $69 കോടി ആയിരുന്നു. ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള കയറ്റുമതി $65 കോടി നിന്നും $171 കോടി ശ്രീലങ്കയിലേക്ക് $16 കോടി നിന്നും $75 കോടി മലേഷ്യയിലേക്ക് $40 കോടി നിന്നും $86 കോടി കെനിയയിലേക്ക് $39 കോടി നിന്ന് $81 കോടി ഉയർന്നു. തുർക്കിയിലേക്ക് മുൻവർഷം $40 ലക്ഷം മാത്രമായിരുന്നത് $24 കോടി ഏതാണ്ട് 5800% വർധന ഉണ്ടായി. ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളും ജോർദാൻ, ഹോങ്കോങ്, വിയറ്റ്നാം തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളും ഈ കാലയളവിൽ ഇന്ത്യൻ ഇന്ധനങ്ങളെ വൻതോതിൽ ആശ്രയിച്ചു. അതേസമയം യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങളിൽ സ്വന്തം ശുദ്ധീകരണശാലകൾ തകർന്നതും ആഭ്യന്തര വിപണിയിൽ കടുത്ത പെട്രോൾ ക്ഷാമം നേരിട്ടതും കാരണം പരമ്പരാഗത എണ്ണ കയറ്റുമതിക്കാരായ റഷ്യയ്ക്ക് ഇന്ത്യയിൽ നിന്നും ഇന്ധനം ഇറക്കുമതി ചെയ്യേണ്ട സാഹചര്യം വരെയുണ്ടായി. നയാര എനർജിയുടെ ഗുജറാത്തിലെ വാഡിന റിഫൈനറിയിൽ നിർമ്മിച്ച 42,000 ടൺ ഗ്യാസോലിനുമായി റഷ്യൻ പതാക വഹിച്ച കപ്പൽ ഈജിപ്ത് വഴി ഒമാൻ ഇന്ധന കേരളയിലേക്ക് മാറ്റി ഓഗസ്റ്റ് 5 റഷ്യയിൽ എത്തിച്ചതായി ആഗോള വിപണി നിരീക്ഷണ ഏജൻസിയായ കെപ്ലർ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ റിഫൈനറികളുടെ പ്രവർത്തനം 30% കുറയുകയും സെപ്റ്റംബർ തുടക്കത്തിൽ പ്രതിദിന കയറ്റുമതി 3.25 ദശലക്ഷം ബാരലായി ഇടിയുകയും ചെയ്ത സാഹചര്യത്തിൽ സ്വന്തം വിപണിയെ സംരക്ഷിക്കാൻ റഷ്യ ഡീസൽ കയറ്റുമതി നിരോധനം വർഷാവസാനം വരെ നീട്ടിയിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ ആരംഭിച്ച യുദ്ധം 6ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ ആഗോള സാമ്പത്തിക രംഗം വൻ ഭീഷണിയിലാണ് നടക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിന് ഇറാന്റെ കമാൻഡ് ഘടനയെ തകർക്കാൻ സാധിച്ചെങ്കിലും യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യമായ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതം സുഗമമായി പുനഃസ്ഥാപിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. തന്ത്രപ്രധാനമായി കടലിടുക്ക് തടസ്സപ്പെടുത്താനുള്ള ഇറാന്റെ ശേഷി ആഗോള ഊർജ്ജ വിപണികളെ സമ്മർദ്ദത്തിലാക്കുകയും പശ്ചിമേഷ്യൻ മേഖലയെ ആകമാനം അസ്ഥിരപ്പെടുത്തുകയും ചെയ്തിരുന്നു. വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലാതെ അമേരിക്ക നടത്തിയ ഈ സൈനിക നീക്കം ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന കടുത്ത പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. 2 പതിറ്റാണ്ടിലേറെയായി അമേരിക്ക, ഇസ്രായേൽ, UAE, സൗദി അറേബ്യ, ഇറാൻ എന്നീ രാജ്യങ്ങളുമായി ഒരേ സമയം സന്തുലിത ബന്ധം മൾട്ടി അലൈൻമെന്റ് പുലർത്തിയിരിക്കുന്ന ഇന്ത്യക്ക് ഈ യുദ്ധം വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി 80%, അതിൽ പകുതിയോളം പേർഷ്യൻ ഗൾഫ് വഴിയുമാണ് വരുന്നത്. കൂടാതെ രാജ്യത്തിന് ആവശ്യമായ ഭൂരിഭാഗം LPG ഇറക്കുമതികളും LNG ഇറക്കുമതികളും ഹോർമുസ് കടലിടുക്ക് വഴിയാണ് കടന്നുപോയത്. ഇന്ധന വിലയുണ്ടാകുന്ന നേരിയ വർധനവ് പോലും ഇന്ത്യയിൽ കടുത്ത പണപ്പെരുപ്പത്തിനും നികുതി പ്രതിസന്ധിക്കും ഒക്കെ കാരണമായിരുന്നു.